നമസ്കാരം. പോരാട്ടത്തിന്റെയും ചെറുത്തുനിൽപ്പിന്റെയും വല്ലാത്ത യാത്രയാണ് മനുഷ്യ ചരിത്രം. ചരിത്രമാകെ അത്തരം പോരാട്ട കഥകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. നിലവിലിരുന്ന വ്യവസ്ഥിതിയെ മാറ്റാനും പുതിയൊരു ലോകം സൃഷ്ടിക്കാനും സ്വന്തം ജീവൻ ത്യജിച്ച അനേകം പോരാളികളുണ്ട്. അവർ പലപ്പോഴും കാലത്ത് അവരുയർത്തിയ മുദ്രാവാക്യങ്ങളും അന്തരീക്ഷത്തിൽ പ്രകമ്പനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അവരുടെ ഓർമ്മകൾ സൃഷ്ടിക്കുന്ന കരുത്തിൽ പുതിയ തലമുറ ആവേശം കൊള്ളും. അങ്ങനെ ആവേശം കൊള്ളിച്ച പോരാളികളുടെ തേരാളിയായിരുന്നു കേരളത്തിന്റെ വിപ്ലവ സൂര്യനായിരുന്ന സഖാവ് പി കൃഷ്ണപിള്ള. സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണത്തിലും വളർച്ചയിലും അമരക്കാരനായി നിന്ന് സമാനതകളില്ലാത്ത സംഭാവനകളാണ് അദ്ദേഹം നാടിന് നൽകിയത്. അധ്വാനവർഗത്തിന്റെ മാത്രമല്ല മനുഷ്യരുടെ മുഴുവൻ വിമോചനം സ്വപ്നം കണ്ട് ജീവിച്ച പി കൃഷ്ണപിള്ള എന്ന ധീരദേശാഭിമാനിയായ മനുഷ്യസ്നേഹിയുടെ ഓർമ്മകൾക്ക് മുൻപിൽ കാലം നിശ്ചലമാകും. ഭൂരിപക്ഷം പേരും ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ചു പോകുന്നവരാണ്. അപൂർവം ചിലരാകട്ടെ മരിച്ചതിനു ശേഷവും ജീവിക്കുന്നു. ഉറങ്ങുന്നവന്റെ സൗന്ദര്യമല്ല പൊരുതുന്നവന്റെ സൗന്ദര്യം. പൊരുതലിന്റെ സൗന്ദര്യശാസ്ത്രം മനുഷ്യ സമൂഹത്തിന് പകർന്നു നൽകിക്കൊണ്ട് എന്നും ജീവിക്കുന്ന വിപ്ലവത്തിന്റെ ശുക്രനക്ഷത്രമാണ് സഖാവ് പി കൃഷ്ണപിള്ള. ചെറുപ്പത്തിൽ തന്നെ ഗാന്ധിയനായും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അംഗമായും രാഷ്ട്രീയ ജീവിതം ആരംഭിച്ച കൃഷ്ണപിള്ള ക്രമേണ കമ്മ്യൂണിസ്റ്റ് ചായ്വുള്ള ഒരു സോഷ്യലിസ്റ്റായി രൂപാന്തരപ്പെടുകയായിരുന്നു. 1934 കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പ്രവർത്തകർ ബോംബെയിൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിച്ചു. കൃഷ്ണപിള്ള കേരളത്തിൽ അതിന്റെ സെക്രട്ടറിയായി നിയമിതനായിരുന്നു. അപ്പോഴെല്ലാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ബാനറിൽ പ്രവർത്തിച്ചു. 1936 ആയപ്പോഴേക്കും മലബാർ മേഖലയിലേക്ക് രാഷ്ട്രീയ പ്രവർത്തനം കേന്ദ്രീകരിച്ചിരുന്ന കൃഷ്ണപിള്ള അപ്പോൾ കൊച്ചിയിലും തിരുവിതാംകൂറിലും പ്രചാരണം നടത്തി. 1938 അദ്ദേഹം ആലപ്പുഴയിൽ പ്രസിദ്ധമായ തൊഴിലാളി സമരം സംഘടിപ്പിച്ചു. അത് വൻ വിജയവും. 1946 പുന്നപ്ര വയലാർ സമരത്തിനും തിരുവിതാംകൂറിലെ CP രാമസ്വാമി അയ്യരുടെ ഭരണത്തിന്റെ പതനത്തിനും പിന്നിലെ പ്രചോദനാത്മക ഘടകങ്ങളിൽ ഒന്നായി മാറി. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ മലബാർ ഘടകത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ കേരള ഘടകമായി വിജയകരമായി രൂപാന്തരപ്പെടുത്തിയത് കൃഷ്ണപിള്ളയുടെ അക്ഷീണമായ പ്രവർത്തനമാണ്. 1940 ജനുവരി 26 കേരളത്തിൽ CPI ഘടകത്തിന്റെ ഔപചാരിക രൂപീകരണം. വർഷങ്ങൾക്ക് ശേഷം 48 ഇന്ത്യൻ ഭരണകൂടത്തിനെതിരായ സായുധ സമരത്തിന്റെ ആവശ്യകത ഉൾക്കൊണ്ട കൽക്കത്ത തീസിസ് CPI അംഗീകരിച്ചപ്പോൾ CPIക്ക് രാജ്യവ്യാപകമായി നിരോധനം നേരിടേണ്ടി വന്നു. കൃഷ്ണപിള്ള ഉൾപ്പെടെയുള്ള നേതാക്കൾ ഒഴിവിലേക്ക് നിർബന്ധിതരായി. ഒരു പക്ഷം മാത്രം വെളിവാക്കുന്ന ജാതിക്കൂറും മതചിന്തി ഭരണാധികാരികളോടുള്ള ഭക്തിയും ഭരണകൂട സ്തുതിയും ഒക്കെയാണ് രാജ്യസ്നേഹം ദേശീയതയും എന്ന് മുദ്രകുത്തി അത് മുൻനിർത്തി ചരിത്ര വിശകലനം ചെയ്യുന്നവർക്ക് യഥാർത്ഥ ചരിത്ര പുരുഷന്മാരെ കണ്ടെത്താൻ കഴിഞ്ഞു വരില്ല. സഖാവ് കൃഷ്ണപിള്ളയെ പോലുള്ള യഥാർത്ഥ ചരിത്ര വ്യക്തിത്വങ്ങൾ ചരിത്രത്തോടൊപ്പം നടന്ന് ചരിത്രത്തെ പിന്നിലാക്കി മുന്നേറിക്കൊണ്ട് ചരിത്രഗതിയെ തന്നെ മാറ്റിമറിച്ച് സ്വയം ചരിത്രമായി പുതിയൊരു ചരിത്രം സൃഷ്ടിക്കുന്നു.